നമ്മൾ ബഹ്റൈൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് വിളിച്ച് വിശേഷവും വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 പേര് വിളിച്ച വീഡിയോ കോളൊന്നും കിട്ടാറില്ല കേട്ടോ. എൻ്റെ 1-2 ഫ്രണ്ട്സ് പുറത്തുള്ളവരും വിളിച്ചാലും വാട്സപ്പ് കോൾ കണക്റ്റ് അല്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനാ, പിന്നെ ഔട്ട് സൈഡ് എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് അയക്കണേ, പിന്നെ അതുപോലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, ബോറിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് എനിക്ക് അത്ര വലിയ ഒക്കെ ഒന്നുമല്ല, നല്ല അടാറ് ചൂടാണ്. വല്ലപ്പോഴും ഈവനിങ് നൈറ്റൊക്കെയാണ് പുറത്തിറങ്ങുന്നത്, പകലങ്ങനെ ഇറങ്ങൽ കുറവാണ്. പിന്നെ ബോറിംഗ് ആണോ എന്ന് ചോദിച്ചാൽ മക്കളുള്ളത് കൊണ്ട് എനിക്ക് അത്ര വലിയ അടാറ് ബോറിംഗ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസൈഡ് വീഡിയോ ആണ്. അതായത് വീടിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഔട്ട് സൈഡ് വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഔട്ട്ഡോർ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളെ ഇതുവരെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. വെൽക്കം മൈ ഹോം. ദിസ് ഈസ് അവർ ഹോൾ. ഒരു മീഡിയം വലിപ്പമുള്ളൊരു ഹോളാണ്. അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടുന്ന് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ താഴെ ബെഡിട്ടാട്ടോ ഞങ്ങൾ കിടക്കുന്നത്. മോനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം 4 പ്രാവശ്യം കട്ടിലിൽ നിന്ന് താഴെ ചാടിയതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ല സ്ട്രിക്റ്റ് ഓർഡറുണ്ട്, 4 വർഷത്തേക്ക് താഴെ ബെഡിട്ട് കിടന്നാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ 4 വർഷത്തേക്ക് ഇങ്ങനെയാണ് കിടക്കാൻ പറ്റുള്ളൂ, സേഫ്റ്റിയാണ്. പിന്നെ അവിടെ ഒരു കബോർഡ്, സ്റ്റോറേജ് കബോർഡുണ്ട്. പിന്നെ അടിപൊളി ഒരു മിററും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതും നമുക്കൊരു ബെഡ്റൂമാണ്, പക്ഷേ ഇപ്പോൾ അത് ബെഡ്റൂമല്ല, ഒരു സ്റ്റോറേജ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്കൊരു ബെഡ്റൂമിൻ്റെ ആവശ്യമുള്ളൂല്ലോ, അപ്പോൾ സാധനങ്ങളെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ സാരക്ക് പഠിക്കാനുള്ളൊരു ടേബിളും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കിളിവാതിലാട്ടോ. ഈ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈന്തപ്പഴ മരത്തിൻ്റെ ഇങ്ങനെ തുമ്പ് കണ്ടോ, നല്ല രസം. അത് കണ്ടുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ നമ്മുടെ സാമ്രാജ്യം കിച്ചണാണുള്ളത്. കിച്ചൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ട് കിടപ്പുണ്ട്. പിന്നെ അവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെ ടേബിളും ചെയറൊക്കെ ഇട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.